ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് കളേഴ്സിനെ പരിചയപ്പെട്ടാലോ. കേക്ക്, ഡിസേർട്ട്, അതുപോലെ തന്നെ ഡ്രിങ്ക് എന്നിവയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ഫുഡ് കളേഴ്സാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഫുഡ് കളേഴ്സൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ഇനി മുതൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ആദ്യം നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെഡ് കളർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാൽ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ആവശ്യമുള്ളത്. അത് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. നമ്മളിതിപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചെടുത്ത് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ റെഡ് കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് റോസ് കളർ അതുപോലെ തന്നെ വയലറ്റ് കളറും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കളേഴ്സാണ് ഇത് കേട്ടോ. ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 ബൗളിലേക്കായിട്ട് ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2 കളറായിട്ട് മാറ്റിയെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഈക്വലായിട്ട് 2 ബൗളിലേക്കായിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഒരു ബൗളിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലൊരു മാജിക് ഇവിടെ കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ കളർ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ. നമുക്ക് വയലറ്റ് കളർ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. റോസ് കളറും അതുപോലെ തന്നെ വെൽവെറ്റ് കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തയ്യാറാക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ. ഇതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യെല്ലോ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കാപ്പി കളറാണ് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റിൻ്റെ കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ യെല്ലോ കളറിന് ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളിത് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ലിക്വിഡ് ഫോമിലുള്ള 5 ഫുഡ് കളറാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കടകളിലൊന്നും പോയിട്ട് ഇനി കളർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ഫുഡ് കളർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ കളറുകളൊക്കെ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ്സിലായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഓരോ കളറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് റോസ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല റോസ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ചോക്ലേറ്റ് കളർ നമ്മുടെ കാപ്പി കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു കാപ്പി കളർ നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത ഗ്ലാസ്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ യെല്ലോ കളർ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല യെല്ലോ കളറുള്ള വെള്ളം കിട്ടും. അടുത്ത ഗ്ലാസ്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വയലറ്റ് കളറാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വയലറ്റ് കളറുള്ള വെള്ളം കിട്ടും. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് കളറാണ്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കളറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കേക്കിനും പുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കളറുകളൊന്നും കടയിൽ നിന്ന് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ.